മലപ്പുറത്ത് മുന്നിയൂർ കളിയാട്ടമുക്കിൽ തേനീച്ചയുടെ കുത്തേറ്റ് 19 പേർക്ക് പരിക്കേറ്റു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചാലിൽ സ്കൂളിന് സമീപത്ത് വെച്ചാണ് സംഭവം ഉണ്ടായത്. കുത്തേറ്റവരെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും. മലപ്പുറത്തുനിന്ന് വിപിൻ, ഇതിൽ സ്കൂൾ കുട്ടികൾക്കാണ് ഏറ്റവും അധികം ഈ തേനീച്ചയുടെ കുത്തേറ്റതെന്ന് തോന്നുന്നു, അല്ലേ? അതെ വിജയകുമാർ, ഇപ്പോൾ കുട്ടികളടക്കം 22 പേർക്ക് കുത്തേറ്റിട്ടുണ്ടെന്നാണ് ഏറ്റവും അവസാനമായിട്ട് ലഭിക്കുന്ന വിവരമുള്ളത്. അപ്പോൾ ഇത് ഈ മുന്നിയൂർ ചാലിൽ സ്കൂളിന് സമീപത്തായിട്ട് വലിയൊരു തേനീച്ചക്കൂടുണ്ടായിരുന്നു. അതിന് ആരെങ്കിലും കല്ലെറിഞ്ഞതാണോ എന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ട്. ഇനി കുട്ടികൾ ആരെങ്കിലും കല്ലെറിഞ്ഞതാണോ എന്നുള്ള സംശയമുണ്ട്. എന്തായാലും തേനീച്ചക്കൂട് ഇളകി. ആ ഇളകിയതിലാണ് ഈ കുട്ടികൾക്കൊക്കെ കുത്തേറ്റത്. ഒപ്പം തന്നെ സമീപത്തിലൂടെ ഒരു ബസ് ആ സമയത്ത് പോയിരുന്നു. അപ്പോൾ ബസ്സിലുള്ളവർക്കും കുത്തേറ്റു. അതിൽ ഒരാളുടെ പരിക്ക് മാത്രം അല്പം ഗുരുതരമാണ്. അത് റിട്ടയർഡ് തഹസീൽദാർ ആയിട്ടുള്ള അച്യുതൻ നായരുടെ പരിക്കാണ് ഗുരുതരമായിട്ടുള്ളത്. അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ബാക്കിയുള്ളവരെല്ലാം തന്നെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലാണ്. അതിൽ നിസാര പരിക്കേറ്റവരൊക്കെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ജാഗ്രതാ നിർദ്ദേശം കുറച്ചു നേരത്തേക്കാണെങ്കിൽ പോലും ഈ മുന്നിയൂർ സ്കൂളിന്റെ പരിസരത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ സ്ഥിതി ശാന്തമാണ്. വിജയകുമാർ. യെസ്, ഇവിടെ ജോസ്വിൻ ചോദിക്കുകയാണ്, ആനയായിട്ടും തേനീച്ചയായിട്ടും ഒന്നും ജീവിക്കാൻ വയ്യല്ലോ എന്നുള്ളത്. കുറച്ചൊക്കെ ശരിയാണ്. പല പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സ്കൂളിന് സമീപത്ത് ഒരു തേനീച്ചക്കൂട് ഉണ്ടാവുക, ആരെങ്കിലും കുസൃതിക്കോ തമാശനോ ഒക്കെ അതിൽ കല്ലെറിയുക. പാവപ്പെട്ട കുട്ടികളെയാണ് ആ തേനീച്ച കുത്തിയിരിക്കുന്നത്. പ്രായമായവർക്കും കുത്തേറ്റിട്ടുണ്ട്. അതിലൊരാൾക്ക് കുറച്ച് ഗൗരവമുള്ള പരിക്ക്, എന്ന് വെച്ചാൽ ഗൗരവമുള്ള കുത്തേറ്റു എന്ന വിവരം കൂടിയുണ്ട്. വിപിൻ സി വിജയനാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ